കണ്ണൂർ മാടായിപ്പാറയിലെ ശ്രീനാരായണ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മാടായിപ്പാറയിലെ കമ്മ്യൂണിറ്റി സെന്ററും ഇക്കോ പാർക്കും സംബന്ധിച്ച പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് സൊസൈറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കമ്മ്യൂണിറ്റി സെന്ററും ഇക്കോ പാർക്കും നിയമപരമായാണ് പ്രവർത്തിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായാണ് സ്കൂൾ നിർമ്മിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. 2022 ജൂണിൽ ഇംഗ്ലീഷ് സ്കൂൾ പൂട്ടി. ഇവിടേക്കുള്ള വഴി നൽകാത്തതിനെ തുടർന്നാണ് 200ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ പൂട്ടിയത്. മണ്ണിട്ടടച്ച വഴി തുറന്നു തരാൻ പഞ്ചായത്ത് അധികൃതർ ഉടൻ തയ്യാറാകണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഇതൊരു വ്യവഹാര വിഷയമായിരുന്നു. സ്ഥലം കയ്യേറി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ സ്ഥലം കയ്യേറി 20 വർഷമായിട്ട് കേരളത്തിലെ വിവിധ കോടതികളിൽ മുനിസിപ്പൽ കോടതി മുതൽ ഹൈക്കോടതി വരെ കയറി ഇറങ്ങി അതിൻ്റെയൊക്കെ ഞങ്ങൾക്ക് അനുകൂലമായ വിധികളാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ഈ പാർക്ക് തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു സ്റ്റേക്ക് പോയി. പക്ഷേ ബഹുമാനപ്പെട്ട കോടതി സ്റ്റേ അനുവദിച്ചില്ല. 6/8/26 സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു ഉത്തരവിറക്കി. അതിൽ പറയുന്നത് ഞങ്ങൾക്കെതിരെ അപ്പീൽ കൊടുത്തത് എത്ര ദിവസത്തിനുള്ളിൽ അല്ലെ എത്ര സമയം വേണം തലശ്ശേരി അഡീഷണൽ സെഷൻസ് ജഡ്ജിന് അത് തീർപ്പാക്കാൻ ഒന്ന് ചോദിക്കാൻ, അതായത് ഹൈക്കോടതി രജിസ്ട്രാറോട് ആവശ്യപ്പെട്ടതാണ്. പിന്നീട് ഞങ്ങൾക്കുള്ള ഉത്തരവ് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനാണ്. നമ്മൾ സ്കൂൾ കെട്ടിടം ശ്രീനാരായണ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കീഴിലുണ്ടായിരുന്ന സ്കൂൾ കെട്ടിടം ഇപ്പോൾ 2022 കാരണങ്ങളൊക്കെ ഒരു പ്രധാന കാരണം ഈ പരിസ്ഥിതിവാദികളുടെ തടസ്സവാദങ്ങളും ദേവസ്വത്തിൻ്റെ തടസ്സങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അത് കെട്ടിടം വെറുതെ അടച്ചിടുമ്പോഴും സാമൂഹ്യ ദ്രോഹികളുടെ പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ പലപ്പോഴും പോലീസ് അധികാരികളും മറ്റെല്ലാവരും പറയുന്നു നിങ്ങൾ ആ കെട്ടിടത്തെ എന്തെങ്കിലും പ്രയോജനപ്പെടുത്തും. അപ്പോൾ ഞങ്ങളെ ബൈലോ ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്ദേശങ്ങളും ആദർശങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തൊരു സംഘടനയാണ്. അപ്പോൾ സ്കൂൾ മാത്രമല്ല സാമൂഹ്യ സാംസ്കാരിക അതുപോലെ സംരംഭകത്വ വ്യവസായ എല്ലാറ്റിനും ചെയ്യാനുള്ള രജിസ്റ്റേർഡ് ബൈലോ ഉള്ള ഒരു സംഘമാണ് ഞങ്ങളുള്ളത്. അത് ഇപ്പോഴും വാലിഡാണ്, തലശ്ശേരി രജിസ്റ്റർ ചെയ്തതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഈ സ്കൂൾ കെട്ടിടത്തെ എന്ത് ചെയ്തു, ഒരു കമ്മ്യൂണിറ്റി ഹാളാക്കി മാറ്റി. ആ ബിൽഡിങ്ങിൽ 1 ഇഞ്ച് പോലും പുറത്തേക്ക് നിർമ്മാണം നടത്തിയിട്ടില്ല. ക്ലാസ് മുറിയെ തട്ടി ഒരു ഹാളാക്കി, ഒരു 200 ആക്കി ഇരിക്കേണ്ട ഒരു ഹാളാക്കി. അപ്പോൾ ഞങ്ങൾ സ്കൂൾ കോമ്പൗണ്ടിലുണ്ടായ കളി ഉപകരണങ്ങളുണ്ടല്ലോ അത് കുറച്ചും കൂടി വിപുലപ്പെടുത്തി. അതായത് നേരത്തെ കുട്ടികൾക്ക് കുറച്ച് മാത്രമേ വേണ്ടൂ, അതിനോട് കുറച്ച് ഇങ്ങോട്ട് ഉൾപ്പെടുത്തി. അതിനൊരു മെക്കാനിസം ഇല്ല, ഒരു റൈഡ്സും അതിലില്ല. നമ്മൾ അറേഞ്ച് ചെയ്ത് കുറച്ച് ഫോട്ടോഷൂട്ട്, നിങ്ങൾക്ക് മാടായിപ്പാറ അറിയാലോ. അപ്പോൾ ഒരു ഫോട്ടോഷൂട്ടിൽ കുറച്ച് പോയിന്റുകളും ഇരിക്കാനുള്ള കുറച്ച് ബെഞ്ചും ഒരു വാച്ച് ടവർ, അതിന് മുകളിൽ കയറി നിന്നാൽ മാടായിപ്പാറ മുഴുവൻ കാണുന്ന വാച്ച്. ഇത്രയാണ് ഞങ്ങളവിടെ സ്ഥാപിച്ചത്. അപ്പോൾ ഒരു വലിയൊരു അപകടകരമായ പ്രവർത്തിക്കുന്ന ഒരു പാർക്കല്ല അത്. ഇത്രയാണ് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ നിയമവശത്തെ നിന്ന് രക്ഷയിൽ കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിസ്ഥിതിവാദം ഉയർത്തിക്കൊണ്ടുവന്നിട്ട് നമ്മളവിടെ ഞങ്ങൾക്കെതിരായിട്ട് ഉപരോധവും സമരമൊക്കെ വരുന്നത്. ഞങ്ങൾ ഒരു പരിസ്ഥിതി നാശം നടത്തിയിട്ടില്ല. നേരത്തെ സ്കൂൾ കുട്ടികൾ കളിച്ചതും സ്കൂൾ പ്രവർത്തനത്തിന് ശേഷം പരിസരത്തുള്ള കുട്ടികൾ വന്ന് ഫുട്ബോൾ ക്രിക്കറ്റ് കളിക്കുക മാത്രമല്ല ഇതേ സ്ഥലത്ത് നിന്ന് സ്കൂട്ടർ കാറുകളൊക്കെ എന്ത് ചെയ്യും പരിശീലിക്കാൻ വരുന്ന സ്ഥലമാണ്. അതിനെയാണ് ഞങ്ങൾ കുറച്ചും കൂടെ വെച്ചിട്ട് വർക്കാക്കിയത്. ഒരു പരിസരവാസവും ഇല്ല. ഈ പാർക്കിൽ ശബ്ദമലിനീകരണേ ഇല്ല. പിന്നെ ഇപ്പോഴും ഏറ്റവും ഒടുവിലായിട്ട് ഒരു വാക്ക് കേട്ടു, വെളിച്ചത്തിൻ്റെ മാലിന്യം, ലൈറ്റ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇന്ന് പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. മാതൃഭൂമിയുടെ പ്രതിനിധിയോടെ ഉണ്ടെങ്കിൽ. കമ്മ്യൂണിറ്റി പാർക്കിനെതിരെ ഒരു സംഘം പരിസ്ഥിതിവാദികളും ദേവസ്വം പ്രതിനിധികളും വ്യാജ പ്രചാരണമാണ് നടത്തുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. സി ഭാസ്കരൻ, CV ജിതിൻ, രാമചന്ദ്രൻ പട്ടേരി, P രാമചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഏജന്റ് ന്യൂസ്, കണ്ണൂർ.